നമ്മളെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. പുതിയതും തുടക്കം മുതൽക്ക് അല്ല ഇപ്പം പുതിയതായി തുടങ്ങുന്ന വ്ളോഗാണിത്. ഇതുവരെ നമ്മൾ വ്ളോഗ് വീഡിയോ ചെയ്തില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. അപ്പൊ നമ്മള് എല്ലാവരും കൂടെ ഒന്ന് ബീച്ചിൽ കറങ്ങാമെന്നാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന അവിടെ, പക്ഷെ വ്ളോഗ് എടുക്കല്ലോ. ഇന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരുത്തനും എല്ലാവരും തിരക്കില്ല. ഓരോരുത്തർ കല്യാണത്തിന് പോകുന്നത്, കിടന്നുറങ്ങുന്ന വേറെ കുറെ ടീം, അങ്ങനെ കുറെ ഉണ്ട്. അപ്പൊ എല്ലായിടത്തേയും വിളിച്ചിങ്ങാണ്ട് ഇപ്പം ഇങ്ങോട്ട് കൂട്ടിയാണ്. പിന്നെ നമ്മളെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലമായിട്ട് 10-22 കൊല്ലമായി ദുനിയാവിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും കാലമായിട്ട് നമ്മളിതാ ഒരുമിച്ച് എവിടേക്കും പോയ ചരിത്രമില്ല. ഒന്നെങ്കിൽ പോവാണെങ്കിൽ 2 ആൾക്കാർ വെച്ചിട്ടോ 3 ആൾക്കാർ വെച്ചിട്ടോ പോവും, അല്ലെ 4 ആൾക്കാർ. ഇപ്പൊ ഞങ്ങൾ 4 ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഞങ്ങളുടെ നാട്ടിലൊരു 8-9 ആൾക്കാരുണ്ട്. ഈ 8-9 ആൾക്കാർ വെച്ചിങ്ങാണ്ട് 6 കൊല്ലം മുന്നേ ഞങ്ങൾ കൊച്ചി പോയി എന്നല്ലാണ്ട് പിന്നെ ഞങ്ങൾ ഇതിരെ പോയില്ല. ബാംഗ്ലൂർ പോകുന്നവരെ 4-5 ആൾക്കാർ വെച്ചിങ്ങാണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ഇത്രയും കാലമായിട്ട് പോകലുണ്ടായിന്. ഇപ്പോഴത്തെ അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിതാ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് നല്ല വെയിലായിന്. ഇപ്പോഴുള്ള ക്ലൈമറ്റ് അല്ല, നല്ല വെയിലാണ്. നല്ല വെയിലായിരുന്നു. ചായ അടിച്ചങ്ങാണ്ട് വന്നതാ, ചോറ് പോലും തിന്നില്ല. അപ്പോൾ കുറച്ച് പിക്ക് എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതാ ഓരോ വഹിക്കുക. അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒരുത്തെന്താ വിളിച്ച് കുത്തിരിക്കുക, ആരാന്ന് എനിക്കറിയില്ല. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇതാ ഈ കാണുകയാണെങ്കിൽ അവിടെ മെസ്സേജ് കുത്തിരിക്കുക. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ ഞാനാണെങ്കിൽ സ്റ്റോറി എടുക്കുന്നതും റീൽ ഇടുന്നതും എല്ലാം ചെയ്യുന്നത്, അതിൻ്റെയൊക്കെ പിന്നുള്ള ക്യാമറമാൻ എന്ന് പറയുന്നത് റസലാണ്. അപ്പോൾ ഓനുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ നമ്മളെ വ്ളോഗിനെ പറ്റിങ്ങാണ്ട് നമ്മളൊപ്പമുള്ള ചെക്കന്മാരോട് തന്നെ ചോദിക്കുക എന്താണ് അതിന്റെ അഭിപ്രായം എന്നുള്ളത്. എന്താണ് നിഫാദ് എന്റെ വ്ളോഗിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള അഭിപ്രായം? ഫസ്റ്റ് കേറണ്ടേ? എത്ര സബ്സ്ക്രൈബ്? 500 വെറും 10 സബ്സ്ക്രൈബേഴ്സിൽ ഉണ്ടായിരുന്നു. ഞാനിപ്പോ 526 സബ്സ്ക്രൈബേഴ്സിൽ എത്തിക്കും. എന്താ പറയാനുള്ളത്? കേറൂല, രക്ഷപ്പെടൂല. അത് നെഗറ്റീവോടെയാണ്, അത് നോക്കണ്ട. അപ്പൊ ഇനി നമ്മൾ അടുത്ത ആളോട് ചോദിക്കുകയാണ് എന്താണ് നമ്മളെ യൂട്യൂബ് ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന്. അപ്പൊ ഇവനാണ് നമ്മളെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇവനില്ലായെങ്കിൽ ഇപ്പൊ 526 സബ്സ്ക്രൈബേഴ്സ് എന്ന മഹാ സബ്സ്ക്രൈബേഴ്സിന്റെ ഇതിലേക്ക് ഞാൻ എത്തൂലായിരുന്നു. അപ്പൊ എന്താണ് തിരിച്ചാൽ നമ്മളെ വ്ളോഗിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? തിരിച്ചാ നമുക്ക് പറയാനുള്ളത് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് വിജയിപ്പിക്കുക. പിന്നെ എന്താ പറയാനുള്ളത്? പറയും, എന്തെങ്കിലും പറയും. നമ്മളെ ചാനലിൽ റേറ്റിംഗ് ഇടുക. അത്ര വൃത്തിയട്ട ചാനൽ ഈ ലോകത്ത് വേറെ കണ്ടിരിക്കുന്നോ നിങ്ങൾ അറിയാം. ആ ചാനൽ ഇടാന്ന് മാറി ഇനിയും ഇതാക്കുന്ന വീഡിയോ എടുക്കുന്നത് ഞാനല്ല. അപ്പൊ ഞങ്ങളിതാ അപ്പുറത്തെ കല്ലുണ്ടോ, ആ കല്ലുമ്മലേക്ക് പോകാനുള്ള പോക്കാണ്. റസലാണ് ആദ്യം പോകുന്നത്. വിഗാണെങ്കിൽ ഞാൻ അട്ടേക്ക് പോവില്ല, വിഗൂലെങ്കിൽ ഞാൻ അട്ടേക്ക് പോകും. ആടോ നല്ല വയ്ക്കലുണ്ട്, എല്ലാരും നിൽക്കണ്ട. അപ്പുറത്തെ കല്ലുമ്മേക്ക് ജിത്തേ വേണ്ട, ഇങ്ങോട്ട് വരി. വേറെ നോക്കാം, നമുക്ക് അപ്പുറത്തെ കല്ലുമ്പോ പോവാം. വണ്ടി എടുത്തു ബാ ബാ ബാ. ആടാ ഇത് സുഖമല്ല, എനിക്ക് അപ്പുറത്തെ കല്ലിന്റെ വലിയ കല്ല് കിട്ടണം. അത് വേണ്ട, ഇങ്ങോട്ട് വാ. എടാ എനിക്ക് ഇത്രയും കിട്ടിയേ പോകും. വീഡിയോ ആക്കൂല, വീഡിയോ ഞാൻ വ്ളോഗിന് വേണ്ടി എടുക്കുന്നതാ. അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മൾക്ക് ഇത്രേ ഉള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള മൂഡ് മാതിരി തന്നെയാണ് പോകാനുള്ള മൂഡ് എന്ന് പറയുന്നത്. അപ്പോ എല്ലാ എണ്ണത്തിനെയും കണക്കതാ. വന്നിട്ട് ഇതാക്കുന്ന 1 മണിക്കൂർ ആകുന്നേ ഉള്ളൂ. അന്നപ്പോഴേക്ക് എല്ലാവർക്കും പോണം എന്നാ പറയുന്നത്. അപ്പോ എന്താ അറിയില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് കുറച്ചും കഴിഞ്ഞിട്ട് പോകാന്ന് പറയുമ്പോൾ ഇവർക്ക് വേഗം പോണം പറയുന്നത്. എന്തിനാന്ന് എനിക്കറിയില്ല. അപ്പോ ഞങ്ങൾ പോവാണ്. അപ്പോ ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും.